ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. ഇവിടെ ആ സന്യാസിയുടെ മറുപടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാത്തേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. നമ്മൾ കണ്ടിരുന്നു, ആത്മദേവനും ധുന്ധുലി ദേവിയും കൂടി വന്നിട്ട് ആ സന്യാസിയുടെ മുൻപിൽ വന്ന് നമസ്കരിച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട് ആ മുൻപിൽ അങ്ങനെ ആ സന്യാസിയുടെ, ആ ജ്ഞാനിയുടെ തിരുവായ്മൊഴി കേൾക്കുവാനായി തയ്യാറായി നിൽക്കുന്നവരെ അല്ലേ. ഇനി ഇവിടെ പറയാം യതിരുവാച. യതി സന്യാസി പറയുകയാണ് കഥം രോദിഷി വിപ്രത്വം. കഥം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥം. കഥം രോദിഷി എന്താണ് അങ്ങയുടെ ഈ രോദിഷി, ഈ രോദനത്തിന്, ഈ സങ്കടത്തിന് കാരണം. വിപ്ര അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ ഈ സങ്കടത്തിന് എന്താണ് കാരണം. ത്വം കാത്തേ ചിന്താബലീയസി. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ ഈ രോദനത്തിന് കാരണം എന്താണ്. കഴിഞ്ഞില്ല. കാ എന്ന് പറഞ്ഞാൽ എന്താണ്. തേ അങ്ങയുടെ ചിന്ത ഇത്രയും അങ്ങയെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ചിന്ത. എങ്ങനെയുള്ള ബലീയസി, വളരെ ശക്തമായിട്ടുള്ള, അതായത് അങ്ങയുടെ ഉള്ളിലെ വേദനയുടെ തീവ്രത ഞാൻ അറിയുന്നു എന്ന് പറയാതെ പറയുകയാണ്. എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്ന ഇത്രയും ബലവത്തായിട്ടുള്ള ശക്തിയേറിയതായിട്ടുള്ള ചിന്ത. വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. വദത്വം, വദ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും, ത്വം അങ്ങ് പറഞ്ഞാലും, സത്വരം പെട്ടെന്ന്, അങ്ങ് പറഞ്ഞാലും, എളുപ്പം പറഞ്ഞാലും എന്താണ് അങ്ങയുടെ ഈ രോദനത്തിന് കാരണം. അങ്ങേ ഇത്രയേറെ ദുഃഖത്തിലാഴ്ത്തുന്ന അത്രമാത്രം ശക്തിയുള്ളതായ ചിന്ത എന്താണ്. അങ്ങ് പറഞ്ഞാലും പെട്ടെന്ന്. മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. സ്വസ്യ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ദുഃഖസ്യ ദുഃഖത്തിനുള്ള കാരണം. അങ്ങയുടെ ദുഃഖത്തിനുള്ള കാരണം എന്താണ് എന്നങ്ങ് ഒന്ന് പറഞ്ഞാലും. ശ്ലോകം ഒന്നുകൂടി നോക്കാം. കഥം രോദിഷി വിപ്രത്വം കാത്തേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് കാലതാമസം കൂടാതെ അങ്ങയുടെ ഈ ദുഃഖം പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ആത്മദേവൻ അതിനുള്ള മറുപടി പറയുകയാണ്. നോക്കൂ, അപ്പോൾ ആത്മദേവൻ്റെ ഉള്ളിലെ സങ്കടം എന്താണ്. ആത്മദേവൻ്റെ മാത്രമല്ല ധുന്ധുലി ദേവിയുടെയും ഉള്ളിലെ സങ്കടത്തിൻ്റെ ആഴം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു ഈ സന്യാസി. അപ്പോൾ ഇനിയും സന്യാസിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി ബ്രാഹ്മണൻ, ആ ആത്മദേവൻ പറയുകയാണ്. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാഃ പൂർവജാസ്തോയം കവോഷ്ണമുപഭുഞ്ജതേ. നോക്കൂ, ആ ആത്മദേവൻ എത്രമാത്രം ആത്മജ്ഞാനിയാണ് എന്ന് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. കിം ബ്രവീമി ഋഷേ ദുഃഖം. കിം എന്ത്, ബ്രവീമി എന്ത് ഞാൻ പറയാനാണ്. എന്ത് ഋഷേ അല്ലയോ സന്യാസി ശ്രേഷ്ഠ, ഞാൻ എന്തു പറയാനാണ്. ദുഃഖം പൂർവപാപേന സഞ്ചിതം, ഞാൻ എന്തു പറയാനാ അങ്ങയോട്. എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെയും പൂർവപാപേന സഞ്ചിതം, എൻ്റെ സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളുടെ പരിണത ഫലങ്ങളാണ്. ഞാൻ വഹിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ സഞ്ചിത കർമ്മങ്ങൾ, ആ പാപകർമ്മങ്ങളുടെയൊക്കെ അനുഭവിച്ച് തീർക്കുവാനുള്ള ആ കടങ്ങൾ, ഇനിയും ബാക്കി കിടക്കുന്ന കടങ്ങൾ ഇപ്പോൾ അനുഭവിച്ച് തീർക്കുകയാണ്. എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെയും ഞാൻ എത്രയോ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഇനിയും കിടക്കുന്നു കഴുകിക്കളയുവാനുള്ള ഭാഗങ്ങൾ. ആ കഴുകിക്കളയണമെങ്കിലോ ആ പാപങ്ങളുടെയൊക്കെ ഫലം, ദുഃഖം ഞാൻ അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് ആ ദുഃഖങ്ങളാണ് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലയോ മുനിവരിയ, അങ്ങയോട് ഞാൻ എന്തു പറയാനാണ്. മദീയാഃ പൂർവജാസ്തോയം കവോഷ്ണമുപഭുഞ്ജതേ. മദീയ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവജാസ്തോയം, പൂർവജാസ്തോയം, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പൂർവജാസ്തോയം. പൂർവജ എന്ന് പറഞ്ഞാൽ പൂർവികരുടെ, ആ
പൂർവികർക്കായിക്കൊണ്ട് എൻ്റെ മുമ്പേ കാലയവനികയ്ക്കുള്ളിൽ പോയി മറഞ്ഞവർക്കായിക്കൊണ്ട് തോയം ഞാൻ സമർപ്പിക്കുന്ന ആ തർപ്പണം കവോഷ്ണമുപഭുഞ്ചതേ. ഉപഭുഞ്ചതേ എന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നു, അവർ സ്വീകരിക്കുന്നു. എങ്ങനെ? കവോഷ്ണം, അല്പം ചൂടുള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന ആ തർപ്പണം പോലും അതിനുപോലും ദുഃഖത്തിൻ്റെ ഒരു ചൂട് അതിനുണ്ട്. അഥവാ അവരെ സ്വീകരിക്കുന്ന ആ ദുഃഖനിശ്വാസം ചേർത്ത തർപ്പണമാണ് ഞാൻ അവർക്ക് വെള്ളം, അതാണ് ഞാൻ അവർക്ക് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന പിതൃക്കൾക്കായിക്കൊണ്ട്. അതായത് എൻ്റെ ഓരോ ശ്വാസത്തിലും ഈ ദുഃഖമുണ്ട്, ഞാൻ ഓരോ ശ്വാസത്തിലൂടെയും ആ ദുഃഖം അനുഭവിക്കുന്നു. എൻ്റെ സഞ്ചിത കർമ്മങ്ങൾ ഞാൻ ജന്മജന്മാന്തരങ്ങളായി സമ്പാദിച്ചതാണ് ഈ പാപകർമ്മങ്ങളുടെയൊക്കെ താപഭാരം. ആ താപഭാരം എൻ്റെ ഓരോ നിശ്വാസത്തിലും നിശ്വാസത്തിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പിതൃക്കൾക്കായി കൊടുക്കുന്ന തർപ്പണത്തിൽ പോലും ആ ഒരു ചൂട് അല്പം ചൂടുള്ളതാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിനി പറയാനൊന്നുമില്ല. ഞാൻ അനുനിമിഷം എൻ്റെ സഞ്ചിത കർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഓരോ നിശ്വാസവായുവിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നിലൂടെ കയറിയിറങ്ങി പുറത്തേക്ക് പോകുന്ന ആ വായുവിനു പോലും എൻ്റെ ദുഃഖത്തിൻ്റെ ഒരു താപം, ഒരു ചൂടുണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ പോലും എൻ്റെ പൂർവികർക്ക് ഞാൻ സമർപ്പിക്കുന്ന തർപ്പണം അവർ പോലും ആ ഭുജിക്കുന്നത് എൻ്റെ ഈ ചൂടുള്ള ഒരു തർപ്പണമാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയഃ പൂർവജാസ്തോയം കവോഷ്ണം ഉപഭുഞ്ചതേ. അവിടെ പദം പിരിക്കണ്ട, കവോഷ്ണമുപഭുഞ്ചതേ. അവിടെ രണ്ട് വാക്കുകളുണ്ട്, കവോഷ്ണം, ഉപഭുഞ്ചതേ. പലപ്പോഴും വായിക്കുമ്പോൾ എനിക്കും വരാറുണ്ട് കവോഷ്ണമുപഭുഞ്ചത എന്നുള്ളത് കവോഷ്ണം ഉപഭുഞ്ചതയായി മാറാറുണ്ട് വായിക്കുമ്പോൾ. അതൊന്നുകൂടി ശ്രദ്ധിക്കുക. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. 2 മദീയ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. പിന്നെ പൂർവജാസ്തോയം, അത് ശ്രദ്ധിക്കുക. പൂർവജാസ്തോയമാണെങ്കിലും ജോയിൻ ചെയ്യാൻ വന്നിട്ടുള്ളത് കൊണ്ട് അത് ചേർത്ത് തന്നെ വായിക്കുക, പൂർവജാസ്തോയം. ഇനി അടുത്തത് 28ാമത്തെ ശ്ലോകമാണ്. മദ്ദത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാ ദേവാദ്വിജാതയഃ പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാം സ്ത്യക്തുമിഹാഗതഃ. പറയണ മദ്ദത്തം നൈവ ഗൃഹ്ണന്തി. മദ്ദത്തം എന്ന് പറഞ്ഞാൽ എന്നാൽ നൽകപ്പെടുന്ന, ഞാൻ സമർപ്പിക്കുന്ന, നൈവ ഗൃഹ്ണന്തി, ആ തർപ്പണത്തെ, നൈവ ന ഏവ, അത് ഗൃഹ്ണന്തി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. നൈവ ഗൃഹ്ണന്തി, ഞാൻ സമർപ്പിക്കുന്ന അത് അവർ സ്വീകരിക്കുന്നത് പോലുമില്ല എന്നുള്ളത് നിശ്ചയമാണ്. ഞാൻ സമർപ്പിക്കുന്ന ആ ഒരു തർപ്പണം, അതേപോലെ ദേവന്മാർക്കായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നതും പിതൃക്കൾക്ക് സമർപ്പിക്കുന്നതും ഒന്നും ആരും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് നിശ്ചയമാണ്. പ്രീത്യ ദേവാദ്വിജാതയ, പ്രീത്യ നൈവ പ്രീത്യ ദേവാദ്വിജാതയ, ഞാൻ കൊടുക്കുന്ന ഇത് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിശ്ചയം. കാരണം നൈവ പ്രീത്യ ദേവാദ്വിജാതയ, പ്രീത്യ എന്ന് പറഞ്ഞാൽ പ്രീതിയോടുകൂടി ദേവന്മാരും ദ്വിജാതയ, ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ. അപ്പോൾ ഞാൻ ധാരാളം ദാനധർമാദികൾ ധാർമ്മികമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, ധാരാളം ദാനധർമാദികൾ ചെയ്യുന്നു, ദേവന്മാരെയും പിതൃക്കളെയും ഒക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാരും അത് സംപ്രീതരായിട്ടത് സ്വീകരിക്കുന്നില്ല. കാരണം എൻ്റെ ദുഃഖത്തിൻ്റെ ഒരു ഭാരവും കൂടി അറിയാതെ അതിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാം സ്ത്യക്തുമിഹാഗതഃ. പ്രജാദുഃഖേന, എനിക്ക് സന്തതികളില്ലാത്ത എൻ്റെ ദുഃഖം നിമിത്തം ശൂന്യോഹം, അഹം ശൂന്യം, ഞാൻ ശൂന്യം എന്ന് ഇവിടെ ഉദ്ദേശിച്ച ഒന്നുമില്ലാത്തവൻ എന്ന അർത്ഥത്തിലല്ല. ഞാൻ
മൃതതുല്യനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ശവത്തിന് തുല്യമായി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ തേജസ് പോലും ഞാൻ അറിയാതെ പോകുന്നു. ആ ദുഃഖത്തിൻ്റെ കയത്തിൽ ഞാൻ അങ്ങനെ മുങ്ങിയാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള അഹം, ഞാൻ പ്രാണാം ത്യക്തും ഇഹ ആഗതഃ, പ്രാണാം ത്യക്തും ഇഹ ആഗതഃ, ഇങ്ങനെ 4 വാക്കുകൾ ഇവിടെ ഉണ്ട്. പ്രാണാം, പ്രാണനെ, ത്യക്തും, ഉപേക്ഷിക്കുന്നതിനായിട്ട്, പ്രാണത്യാഗം ചെയ്യുന്നതിനായിട്ട്, ഇഹ ആഗതഃ, ഇഹ ഇവിടെ, ആഗതഃ വന്നത്. ഞാൻ എൻ്റെ പ്രാണനെ പോലും ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം അത്രമാത്രം ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രാണൻ ഉണ്ടായിട്ട് പോലും ഞാൻ മൃതനായിട്ടാണ്, മൃതതുല്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉണ്ണികളില്ലാത്തതിൻ്റെ ഒരു ദുഃഖം, സന്താന സൗഭാഗ്യമില്ലാതെ വരുന്നതിൻ്റെ ആ ദുഃഖക്കയത്തിൽ ഞാൻ അങ്ങനെ മുങ്ങിത്താഴുകയാണ് ഓരോ നിമിഷവും. എൻ്റെ ഉള്ളിൽ പ്രാണനുണ്ടെന്ന് പോലും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഓരോ ഉച്ഛ്വാസ നിശ്വാസത്തിലും ഈ ഒരു ചിന്ത അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ ഒരു നിശ്വാസവായു കലർന്ന തർപ്പണം പോലും, ഞാൻ സമർപ്പിക്കുന്നത് പോലും, ഞാൻ കൊടുക്കുന്ന ദാനമോ ഒന്നും തന്നെയും ബ്രാഹ്മണരോ ദേവന്മാരോ പ്രീതിയോടുകൂടി അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതായത് തൻ്റെ ഉള്ളിലെ ദുഃഖത്തിൻ്റെ ആഴം എങ്ങനെയാണ് പറയേണ്ടതെന്നറിയാതെ നമ്മളെപ്പോലെ തന്നെ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ കുഴങ്ങുകയാണ്. ഏതൊരു വികാരത്തിൻ്റെയും കാഠിന്യമേറിയാൽ അതിൻ്റെ ആഴം വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു പ്രതിഫലിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. സന്തോഷമായാലും സങ്കടമായാലും ഏതൊന്നായാലും അതിനാഴം കൂടുന്തോറും അത് നമുക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക ദുഷ്കരമാണ്. മറിച്ച് വളരെ ചെറിയ, ഇപ്പോൾ കൈയൊന്ന് മുറിഞ്ഞാൽ നമുക്കത് മറ്റൊരാളിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മാനസികമായി ഉള്ളുകൊണ്ട് അനുഭവിക്കുന്ന, ബാഹ്യമായ ശരീരത്തിൻ്റെ കാണാവുന്നതൊക്കെ, നഗ്നനേത്രങ്ങൾക്ക് കാണാവുന്നതൊക്കെയും നമുക്ക് അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് മറ്റൊരാളിനെ കാണിച്ച് നമുക്കത് അവരുടെ കണ്ണുകൾ കൊണ്ട് അതിനെ കണ്ടുകൊണ്ട് നമുക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ കഴിയും. പക്ഷേ മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന വികാരങ്ങൾക്ക് ആഴമേറുമ്പോൾ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇവിടെയും ഈ ബ്രാഹ്മണൻ പറയുന്നതിൽ ആ ആഴം കുറേയേറെ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാകുമെങ്കിൽ പോലും അതിൻ്റെ ആഴം എത്രയോ 10,000 മടങ്ങാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല അനുഭവിക്കുന്ന ഓരോ ആ ദുഃഖത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിശ്വാസവായുവിൽ പോലും ആ ദുഃഖം കലർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മദ്ദത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാ ദേവാദ്വിജാതയഃ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാം ത്യക്തുമിഹാഗതഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മദ്ദത്തം, അവിടെ ദ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ തന്നെ വായിക്കുക. അതേപോലെ ദ്വിജാതയ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രജാദുഃഖേന ശൂന്യോഹം, ശൂന്യോഹം, അവിടെ ഓകാരം നീട്ടിയെടുക്കുക, ഇടയ്ക്കൊരു വിശ്ലേഷണം വരുന്നുണ്ട്. പിന്നെ അടുത്തത് പ്രാണാം ത്യക്തുമിഹാഗത, ഇവിടെ പ്രാണാം ത്യക്തുമിഹാഗതഃ, അകാരം നീട്ടിയെടുക്കണം, ആഗതഃ ആണ്, അവിടെയും വിസർഗമുണ്ട്. അതുപോലെ പ്രാണാം ത്യക്തും ഇഹ ആഗതഃ ആണ്, അതുകൊണ്ട് പ്രാണാം ത്യക്തും ഇഹാഗതഃ, മായ്ക്ക് ഇകാരം ശരിക്ക് കൊടുത്ത് തന്നെ വായിക്കുക. ഇനി അടുത്ത 29ാമത്തെ ശ്ലോകമാണ്. ധിക് ജീവിതം പ്രജാഹീനം ധിക് ഗൃഹം ച പ്രജാം വിനാ ധിക് ധനം ജാനപത്യസ്യ ധിക് കുലം സന്തതിം വിനാ. ധിക് ജീവിതം പ്രജാഹീനം. ധിക് എന്ന് പറഞ്ഞാൽ വളരെ നിന്ദ്യമായിട്ടുള്ളതാണ്. എന്താ ജീവിതം, ജീവിതം തന്നെ നിന്ദ്യമായിട്ടുള്ളതാണ്. ആർക്ക്? പ്രജാഹീനം, കുട്ടികളില്ലാത്തവർക്ക്, സന്തതി സൗഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർക്ക് ജീവിതം തന്നെ നിന്ദ്യമാണ്. ധിക് ഗൃഹം ച പ്രജാം വിന. ധിക് ഗൃഹം,
വലിയ വീടുണ്ടെങ്കിൽ പോലും അതും നിന്ദ്യമാണ്. അതിനുള്ളിൽ പോലും ഒരു സന്തോഷമുള്ള ഒരു നിമിഷം പോലും, നമുക്ക് വലിയ വീട്ടിനുള്ളിൽ ആണെങ്കിൽ പോലും ഒരു നിമിഷം പോലും നമുക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ആ ഗൃഹം പോലും നമുക്ക് നിന്ദ്യമാണ്. ഇവിടെയാകട്ടെ ഓരോ നിശ്വാസവായിലും ദുഃഖം അനുഭവിക്കുന്ന ആ ബ്രാഹ്മണനും ധുന്ധുലി ദേവിക്കും ഗൃഹം എന്ന് പറയുന്നത് പോലും നിന്ദ്യമായി തീർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി അവസാനം ഉപേക്ഷിക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ഈ ജീവിതം തന്നെയാണ്, പ്രാണനെ തന്നെയാണ്. എല്ലാം നിന്ദ്യമാണ് ഇന്നവർക്ക്. പ്രജാമ്പിന, ഉണ്ണികളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നിഷ്പ്രഭമായിരിക്കുന്നു. ധിക്ധനം ചാനപത്യസ്യ, ധിക്ധനം നിന്ദ്യമായ ധനം, ഞങ്ങളുടെ സമ്പത്തൊക്കെ ഞങ്ങൾക്ക് ഇന്ന് നിന്ദ്യമാണ്. കാരണം ചാനപത്യസ്യ, ചാനപത്യസ്യ എന്ന് പറഞ്ഞാൽ അനപത്യസ്യാണ്. അനപത്യസ്യ എന്ന് പറഞ്ഞാൽ സന്തതിയില്ലാത്തവർ. സന്തതിയില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തും ധനവും ഒക്കെയും നിന്ദ്യമാണ്. ധിക്കുലം സന്തതിം വിന, ഇല്ലാത്തത് കൊണ്ട് ധിക്കുലം, ഞങ്ങളുടെ പോലും നിന്ദ്യമാണ്. നോക്കൂ, ബ്രാഹ്മണനായി ജനിച്ചു, വേദജ്ഞനാണ്, സർവ്വവേദങ്ങളും അറിയുന്ന സർവ്വവേദവിത്തായിട്ടുള്ള ബ്രാഹ്മണന്, ധാർമ്മികമായ നിഷ്ഠയ്ക്കനുസരിച്ച് ഒരു ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള നിഷ്ഠകളെല്ലാം പരിപാലിച്ചു പോരുന്ന ഒരു ബ്രാഹ്മണൻ, എല്ലാ അർത്ഥത്തിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കേണ്ടതായിട്ടുള്ള ബ്രാഹ്മണൻ. പക്ഷേ ഇന്ന് പറയുകയാണ്, എൻ്റെ കുലം നിന്ദ്യമാണ്, എൻ്റെ ധനം നിന്ദ്യമാണ്, എൻ്റെ ഗൃഹം നിന്ദ്യമാണ്, എൻ്റെ ജീവിതം പോലും നിന്ദ്യമാണ്. കാരണം എനിക്കൊരു ഉണ്ണിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ എനിക്കിന്ന് നിഷ്പ്രഭമാണ്. ഇതിനൊന്നും ഞാനിന്ന് മൂല്യം കൽപ്പിക്കുന്നില്ല. നോക്കൂ, എത്രമാത്രം ഉള്ളിൽ ആ വിങ്ങൽ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വായിൽ വരുന്നത്, അല്ലേ? നമുക്ക് ദുഃഖം അനുഭവിച്ചാലും നമുക്ക് നമ്മുടെ വീട് വേണ്ടാന്ന് നമ്മൾ പറയില്ല, അല്ലേ? ഇന്ന് നമ്മുടെ ലൗകികന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്, കുലം, ധനം, സമ്പത്ത് ഇതിനെ ഒന്നിനെയും തള്ളിപ്പറയില്ല സാധാരണക്കാർ. പക്ഷെ ഇവിടെ ആ ബ്രാഹ്മണൻ്റെ ഉള്ളിലെ ദുഃഖത്തിൻ്റെ കാഠിന്യം കരഞ്ഞു തീർക്കാൻ കണ്ണുനീര് പോലുമില്ല. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അതിൻ്റെ ആ ഒരു ഉത്തുംഗാവസ്ഥയിൽ സന്തോഷ കണ്ണീരായിട്ടെങ്കിലും അല്പം പുറത്തു പോകും. പക്ഷെ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കണ്ണുനീര് പോലും വറ്റിപ്പോകും. അവിടെ വാക്കുകൾക്ക് പോലും പ്രസക്തിയില്ലാതെയാവും. വികാരങ്ങൾ, തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോലും അപര്യാപ്തമായി മാറുന്ന ഒരു അവസ്ഥയിൽ ജീവിതം തന്നെ നിന്ദ്യമാണ്. താൻ എന്ന വ്യക്തിക്ക് ഇനി ഉപേക്ഷിക്കാൻ, എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു മനസ്സുകൊണ്ട്, ഇനി ഒന്നും തങ്ങൾക്ക് വേണ്ട, പ്രാണൻ മാത്രമാണ്. ആ പ്രാണനെ ഉപേക്ഷിക്കുവാനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഗൃഹം, ഞങ്ങളുടെ ധനം എല്ലാം നിന്ദ്യമാണ്, ഞങ്ങളുടെ കുലം പോലും എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണനും തൻ്റെ കുലം നിന്ദ്യമാണെന്ന് പറയില്ല. പക്ഷെ ആ ഉള്ളിലെ വേദന അത് എക്സ്പ്രസ് ചെയ്യാൻ, അതൊന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ മറ്റു വാക്കുകൾക്കൊക്കെ പരിമിതി ഉണ്ടെന്ന് അതുവരെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ആ ദുഃഖം അങ്ങനെ അലയടിക്കുകയാണ് ഉള്ളിൽ. അതിൻ്റെ ആ അലകളിൽ വീണ് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ആ ബ്രാഹ്മണൻ. അത് ദുഃഖത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സന്തോഷത്തിൻ്റെ തിരകളിൽ പെട്ടുകഴിഞ്ഞാൽ മുങ്ങിത്താഴുകയല്ല, നമ്മുടെ സാധാരണ നിലവാരത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ഉയർന്നുയർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെയും ഉത്തുംഗതയിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തു വീഴും. പക്ഷെ ആ ഒരു കണ്ണുനീർ വാർത്തു കഴിയുമ്പോൾ നമ്മൾ പതിയെ ആ ഉത്തുംഗ ഭാവത്തിൽ നിന്നും പതിയെ സാധാരണ തലത്തിലേക്ക്, നോർമൽ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ ആ യാഥാർത്ഥ്യവുമായി ഏതൊന്നാണോ നമ്മളെ സന്തോഷത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിച്ചത്, അതുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് മനസ്സെടുക്കുന്ന ഒരു സമയം, അതാണ് ആനന്ദക്കണ്ണീരായിട്ട് പുറത്തേക്ക് വരുന്നത്. അതൊരിക്കൽ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എളുപ്പം ആ നോർമൽ ലെവലിലേക്ക് എത്തിച്ചേരും. പക്ഷേ ദുഃഖം വന്നാൽ അതിൻ്റെ തിരമാലകൾ നമ്മളെ അതിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോകും.
രണ്ടിൻ്റെയും ആ ഒരു പാരമ്യതയിൽ നമുക്കത് അവതരിപ്പിക്കുക, പറഞ്ഞ് മറ്റൊരാളിനെ മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. വാക്കുകൾ അവിടെ അപര്യാപ്തമാണ്. അതിനുതകുന്നതായ വാക്കുകളൊന്നും തന്നെയുമില്ല. പക്ഷേ സന്തോഷത്തിന് ഒരല്പം അയവ് വരുത്താൻ ഒരു തുള്ളി കണ്ണുനീരിനാവുമെങ്കിൽ ദുഃഖത്തിന് കണ്ണുനീര് വറ്റിപ്പോകുന്ന അവസ്ഥയാണ്. ഇവിടെ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണനും അതേ ഒരു തലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നോക്കൂ, സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടുതലൊന്നും വേദജ്ഞാനങ്ങളൊന്നും ഇല്ലാത്ത ഒരുവന് ദുഃഖക്കടലിൽ ആണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലൗകികമായ ചില ദുഃഖങ്ങൾ വല്ലാതെ അവരെ ദുഃഖക്കടലിൽ ആഴ്ത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പരമമായ സത്യത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ അപര്യാപ്തതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ തങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ വിധിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുവാൻ വേണ്ട ജ്ഞാനം അവർക്കില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതി. ഈ ജ്ഞാനം നേടിയിട്ട് പോലും ബ്രാഹ്മണൻ വല്ലാതെ ഈ സത്യം അറിയാം, അതാദ്യമേ പറയുന്നു അല്ലേ, തൻ്റെ തന്നെ സഞ്ചിത കർമ്മങ്ങളുടെ ഒരു ബാക്കിപത്രമാണ് താൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ അറിയുന്ന ബ്രാഹ്മണൻ പോലും സന്തതികളില്ല എന്നുള്ള ദുഃഖം വല്ലാതെ അങ്ങോട്ട് ഞെരിച്ച് അമർത്തിക്കളഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധിക് ജീവിതം പ്രജാഹീനം ധിക് ഗൃഹം ച പ്രജാം വിനാ ധിക് ധനം ചാനപത്യസ്യ ധിക് കുലം സന്തതിം വിനാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചാനപത്യസ്യ, അനപത്യസ്യാണ്, ചാനപത്യസ്യ അവിടെ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ കുറച്ച് എളുപ്പമുള്ളതാണ്. പിന്നെ ധിക് അവിടെ ഖരാക്ഷരമായതുകൊണ്ട് തന്നെ കട്ടിയിൽ തന്നെ അത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഭാഗവത മഹാത്മ്യം പറയുമ്പം മനസ്സിന് വളരെയേറെ കുളിർമയേകുന്നതാണ്, വളരെയേറെ ശാന്തി പകരുന്നതാണ്. പക്ഷേ ഇതുപോലെയുള്ള കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോലും ഒരറിയാതെ ദുഃഖത്തിൻ്റെ ഒരു നനവ് പടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ ദുഃഖം നമ്മളറിയാതെ അത് നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് നമുക്ക് കാണാം. ഇനിയും ഇതിൽ നിന്ന് കരകയറുമ്പോഴും ഈ ഭാഗവത മാഹാത്മ്യം തന്നെ ഭാഗവതത്തിൻ്റെ ആ ഒരു സത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും കരകയറുന്ന ബ്രാഹ്മണൻ്റെ കഥയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളും ഇതിൽ നിന്ന് കരകയറി ആ സാക്ഷാൽ ഭഗവാൻ തന്നെ സ്വരൂപമായി വന്നിട്ടുള്ള ഈ ഭാഗവതം അല്ലെ, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭഗവാൻ തന്നെ സ്വരൂപമായി വന്നിട്ടുള്ള ഈ ഭാഗവതത്തിൽ ഭഗവാൻ ആനന്ദസ്വരൂപനാണ്, ചിദാനന്ദസ്വരൂപനാണ്. അതുകൊണ്ട് നമുക്കും പതിയെ ഈ കഥയിലൂടെ നടന്നു കയറി ആ ആനന്ദത്തെ അനുഭവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.